ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വ്ളോഗാണ്. ഇപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നല്ല കുട്ടിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ചെക്കൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുകയാണേ. ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി ഉണ്ടല്ലോ, അപ്പുറത്ത് നിൽക്കുന്ന പുള്ളിക്കാരിക്ക് വീഡിയോയിൽ വരണം. ഞാൻ പറഞ്ഞു ഉടുപ്പിടാതെ വീഡിയോയിലൊന്നും കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ആൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ആൾ കുറച്ച് വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇളം വെയിലൊക്കെ കൊള്ളുവാണ്. ചുമ്മാ അപ്പുറത്തെ വീട്ടിലൊരു ചെറിയ കുഞ്ഞുണ്ടേ, ഒരു കുഞ്ഞു മോള്. അപ്പോൾ അവൾ പുറത്ത് നിൽക്കുവാണേ. അപ്പോൾ അവളെ നോക്കി ഹായ് പറയുകയാണ് ചേട്ടൻ. വിളിക്കുവാണ്, പക്ഷെ കുഞ്ഞാവല്ലേ, അവളങ്ങനെ ശ്രദ്ധിക്കാറായിട്ടില്ല. നല്ല ബളം കേട്ടാലേ അവൾ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുളിക്കാൻ. ഞങ്ങൾക്കല്ല അവർക്കല്ല അവൾക്ക്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ചായ പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. ഉച്ചത്തെ കുറച്ച് പാത്രമൊക്കെ സിങ്കിൽ കഴുകാനായിട്ട് കിടപ്പുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ കിച്ചണിൽ കുറച്ച് മാറ്റമുണ്ടല്ലേ, ആ സൈഡിൽ ഇരുന്നതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതുപോലെയായിരുന്നു കേട്ടോ, കംപ്ലീറ്റ് ഞാൻ വെറുതെ അങ്ങ് ഇട്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു എനിക്കിഷ്ടം. ഇടയ്ക്കെന്നാലും ചായ മാറ്റണം. ചായ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും. എനിക്ക് ഈ കിച്ചണിൻ്റെ താഴത്തെ ഡോറൊക്കെ ഉണ്ടല്ലോ, ഡോറ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് വെള്ളം കിടക്കുന്നത് ആ ഒരു സിങ്കിൻ്റെ സൈഡിലാണ്. ആ സൈഡിൽ നിന്ന് ഇച്ചിരി വെള്ളം വീഴും, അതാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ വീഡിയോ കുറച്ചുകൂടി ക്ലാരിറ്റി ഇല്ല, കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചീനിക്കിഴങ്ങില്ലേ, സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഈ ചക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, ഈ സാധനം പുഴുങ്ങി നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയാണ് എൻ്റെ പ്ലാൻ. അതിനിടയിൽ രാത്രിക്കുള്ള ചപ്പാത്തിക്കുള്ള പരിപ്പ് കറി ആണ്. പരിപ്പ് ഒരു പ്രത്യേക രീതിയിൽ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറി വെക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. തേയില തിളയ്ക്കുന്നുണ്ട്, തേയിലപ്പൊടി എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മുടെ ചട്ടി അവിടെ വെച്ചിട്ടുണ്ട് കിഴങ്ങ് പുഴുങ്ങാനായിട്ട്. ഗോതമ്പ് മാവെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ, ശരിക്കും തൊലി ചെത്താതെ വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉരിച്ചെടുത്താൽ മതിയല്ലോ. പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് ഇതാണ് നല്ലത്. കാരണം ഇല്ലെങ്കിൽ അപ്പനും മക്കൾക്കും ഞാനിത് ഇളകുന്ന ഈ തൊലി ഊരി കൊടുത്തോണ്ടേയിരിക്കണം. അതിനെക്കാട്ടിലും ഭാഗം ഇങ്ങനെ ഞാൻ അരിഞ്ഞിട്ട് കഴിഞ്ഞാലേ എനിക്ക് സമാധാനത്തോടെ കഴിക്കാമല്ലോ. അപ്പോൾ അവർക്ക് അങ്ങനെ ഊരി കഴിച്ചുവിടാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് ഉരിക്കാനുള്ള മടി കാരണം കഴിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടും ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഈ വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് വേണ്ട. കാരണം നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം. ഫിസിക്കലിനെക്കാളും നമ്മൾ ഭയങ്കര 101% നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ക്യാമറയുടെ പൊസിഷൻസൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഒന്ന് ഇഗ്നോർ ചെയ്തേക്കാം, അടുത്ത വീട്ടിലെ വണ്ടിയാണ് ഗൈസ്. അപ്പോൾ വാരിയിട്ടതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെയും അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് മാവ് തട്ടിയിട്ടുണ്ട്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കിഴങ്ങ് ഇച്ചിരി ഞാൻ സാധാരണ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ആ പാത്രം 2-3 പാത്രം കഴുകണ്ടേന്ന് വിചാരിച്ചിട്ട് എളുപ്പ പരിപാടി ചെയ്തതാണ്. ഇങ്ങനെ ചട്ടിയിലിട്ട് വേവിക്കാം. വണ്ടി സ്റ്റാർട്ടാകുന്ന സൗണ്ട് ആകെ മൊത്തത്തിൽ കഷ്ടമാണ് ഗൈസ്. എന്നാലും ഞാൻ വേറെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. കാരണം എനിക്കിത് അപ്ലോഡ് ചെയ്ത് വയ്ക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ മടി പിടിച്ച് ചിലപ്പോൾ വന്നില്ലെങ്കിലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോനെയും കൊണ്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. 1-2 ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ല പഴുത്ത് മൂപ്പത്തി നിൽക്കുന്നുണ്ട്. അതൊന്ന് പറിക്കണം. അപ്പോൾ സന്ധ്യ ആണോ മഴയുടെ കാറാണോ എന്നറിയാൻ പാടില്ല. അമ്മ അറിയിട്ടുണ്ട് നമ്മുടെ ക്ലൈമറ്റൊക്കെ. അപ്പോൾ ഏട്ടൻ പറിക്കുകയാണേ. ഇനി ഷെയ്ഡിലും കൂടി ഒരെണ്ണം നിൽപ്പുണ്ട്. അപ്പോൾ ചേട്ടൻ ഇറങ്ങി നമുക്കത് പറിച്ച് തരും. നല്ല പർപ്പിൾ കളറാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല മധുരമുണ്ട്. ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണേ. അപ്പോൾ ചേട്ടൻ താഴെ ഇറങ്ങിയൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അമ്മയൊക്കെ നാളെ വരും, അപ്പോൾ അത് കൊടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേരുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ട്
താഴെ ഇറങ്ങി ചെക്കനെ ഇനി കുളിപ്പിക്കണം, ഉറക്കണം. ഉറങ്ങി എണീറ്റിട്ട് അവൻ എന്തെങ്കിലും കഴിച്ച് പിന്നെ ശരിക്കുള്ള ഉറക്കം. അപ്പോൾ എൻ്റെ കുഞ്ഞുമണി ഉറങ്ങിയിട്ടുണ്ട്, കണ്ടോ ഉറങ്ങുന്നത്. എൻ്റെ ചക്രമുത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബൈ.